ചെങ്കോട്ട സ്ഫോടനത്തിൽ കാറുടമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പുൽവാമ സ്വദേശിയായ താരിഖിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് കാർ രജിസ്ട്രേഷൻ താരിഖിന്റെ പേരിലേക്ക് മാറ്റിയതെന്ന ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തുവരുന്നു. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെയാണ് ഈ കാറിന്റെ രജിസ്ട്രേഷൻ മാറ്റിയിരിക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഡോക്ടർ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചിരുന്നത് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു. ഉമറും കൊല്ലപ്പെട്ടു എന്നാണ് നിഗമനം. ചാവേറായിരുന്നു ഉമർ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. മൃതദേഹം DNA പരിശോധന നടത്തും. നമുക്ക് കാറിന്റെ ദൃശ്യങ്ങൾ കാണാം. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാറിന്റെ രജിസ്ട്രേഷൻ മാറ്റിയത് ഇന്നലെയാണ്. താരിഖിന്റെ പേരിലേക്ക് കാർ ഇന്നലെയാണ് കൈമാറ്റം ചെയ്തത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ രജിസ്ട്രേഷനിലേക്ക് മാറ്റിയിരിക്കുന്ന കാർ സ്ഫോടനത്തിനു വേണ്ടി ദില്ലിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. കാർ ഓടിച്ചിരുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നയാൾ, അയാളുടെ പേര് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ്. ഫരീദാബാദിലെ റെയ്ഡും ചെങ്കോട്ട സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. 300 കിലോ IED പിടിച്ചെടുത്തതുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. കാർ ദില്ലിയിലേക്ക് കടന്നത് ബദർപൂർ അതിർത്തി വഴിയെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റും വരുന്നു. ദില്ലിയിൽ നിന്ന് പിയ സുനിലും ആദിൽ പാലോടും നോബൽ മാരിക്കാരനും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം പിയ സുനിൽ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഈ സംഭവത്തിന്റെ സൂത്രധാരനിലേക്ക് വിരൽ ചൂണ്ടാവുന്ന വിവരങ്ങൾ എന്ന് പറയേണ്ടി വരും. കാറിന്റെ രജിസ്ട്രേഷൻ മാറ്റിയത് ഇന്നലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഡോക്ടർ ഉമർ ആണ് വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നിഗമനം. ഇതിന് DNA പരിശോധന വരേണ്ടതുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ പിയ സുനിൽ? അരുൺ, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇതൊരു ഭീകരാക്രമണം തന്നെയെന്ന് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലെ ഷെയർപൂരിലുമൊക്കെ തന്നെ നടക്കുന്ന ഭീകരവിരുദ്ധ നീക്കത്തിന്റെ ഒരു പ്രതികാരം എന്നോണം റെഡ് ഫോർട്ടിന് മുന്നിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടത്തിയതാകാം എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കാറിന്റെ ഉടമസ്ഥൻ എന്നത് താരിഖ് എന്ന ആളാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് താരിഖ് ഈ കാറ് വാങ്ങിയത്. ഒപ്പം തന്നെ ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് കാർ ഓടിച്ചിരുന്നത് എന്നുകൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുകയാണ്. ദില്ലിയിലെ ബദർപൂർ അതിർത്തി വഴിയാണ് ഈ കാർ ഡൽഹിയിലേക്ക് കടന്നത്. പിന്നീട് മണിക്കൂറുകളോളം ഈ കാർ ഡൽഹിയിൽ പലയിടങ്ങളിലായി സഞ്ചരിച്ചു. റെഡ് ഫോർട്ടിന് സമീപത്ത് ഈ കാർ എത്തുകയും ഒരുപാട് സമയം റെഡ് ഫോർട്ടിന് സമീപത്ത് ഈ കാർ കാത്തുനിന്നു. ഒരു ഉചിതമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും സമയം ഇങ്ങനെ ഈ കാർ പലയിടങ്ങളിലായി പാർക്ക് ചെയ്തത്. ഒരു ജനക്കൂട്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെയൊരു സ്ഫോടനം നടത്തുക, അതിലൂടെ ഈ ജമ്മു കാശ്മീരിലും ഷെയർപൂരിലുമൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന അറസ്റ്റും ഒപ്പം തന്നെ 350 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിലുമുള്ള ഒരു പ്രതികാരം തീർക്കുക എന്നതിന്റെ ഭാഗമായി തന്നെ ഒരു ഭീകരാക്രമണം നടത്തി എന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകരാക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന അതുതന്നെയാണ്. അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ദില്ലി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എല്ലാ അന്വേഷണ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരുപക്ഷെ ഔദ്യോഗികമായി ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ ചിത്രം കേന്ദ്ര സർക്കാർ നൽകുമായിരിക്കും. ഏതായാലും വലിയ സുരക്ഷാ വീഴ്ച ആ അർത്ഥത്തിൽ ദില്ലിയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്കിപ്പോൾ പറയാൻ വരും. ഏറ്റവും നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാറുടമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഈ സ്ഫോടനത്തിന് ഫരീദാബാദിലെ അറസ്റ്റുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഫരീദാബാദിൽ അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരും ഇപ്പോൾ ഈ ഡോക്ടർ ഉമറാണ് ഇത് ഈ കാർ ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ കണക്ഷൻ ലിങ്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. താരിഖിന്റെ കയ്യിൽ നിന്ന് ഡോക്ടർ ഉമർ മുഹമ്മദ് ഈ കാറ് ഏറ്റുവാങ്ങി പുൽവാമയിൽ നിന്ന് ബദർപൂർ അതിർത്തി വഴി ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ തന്ത്രപ്രധാനമായ ചെങ്കോട്ടയ്ക്ക് സമീപം 3 മണിക്കൂർ ഈ കാർ നിർത്തിയിടുന്നു. ഒരുപക്ഷെ ദില്ലിയിലെ അതിർത്തി കടന്നു വരുമ്പോൾ തന്നെ ഇതിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാം എന്നുള്ളതാണ്. IED ഡിവൈസിന്റെ സാന്നിധ്യം ഇതുവരെയും ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പിയ സുനിൽ ഇതൊരു ഭീകരാക്രമണത്തിലേക്കാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നു. അതിന് ഫരീദാബാദ് അറസ്റ്റുമായിട്ടാണ് ബന്ധം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടി വരുമോ?
അങ്ങനെ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ഇതൊരു ഡെസ്പറേറ്റ് അറ്റാക്ക് ആകാം എന്നാണ് നേരത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മോട് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിൽ തന്നെയാണ്. കാരണം ഈ ഫരീദാബാദ് അറസ്റ്റ്, അതിനുശേഷം ഈ സംഘം വന്ന് ഇങ്ങനെയൊരു സ്ഫോടനം നടത്തുന്നു. ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തെ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്താണ് എന്നുള്ള കാര്യത്തിലുള്ള പരിശോധന നടക്കുകയാണ്. അതിൽ വരുന്ന സംശയം എന്നത് അമോണിയം നൈട്രേറ്റിന്റെയും RDXന്റെയും മിശ്രിതമാകാം ഈ ഒരു സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് കൂടി അന്വേഷണ ഏജൻസികൾ വരുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഭീകരമായ ഒരു പ്രകമ്പനമായിരുന്നു ഈ സ്ഫോടനം ഉണ്ടാക്കിയത്. അപ്പോൾ വലിയ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തു തന്നെയാണ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനായി അമോണിയം നൈട്രേറ്റിന്റെയും RDXന്റെയും മിശ്രിതം ഉപയോഗിച്ചിരിക്കാം. അപ്പോൾ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഇവർ ശേഖരിച്ചിരുന്നു. ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ സ്ഫോടനം നടത്തിയിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടന്നിട്ടുള്ള ഈ ഒരു റെയ്ഡ്, അതുപോലെ തന്നെ ഷെയർപൂരിൽ നിന്ന് ഒരു ഡോക്ടറെ കസ്റ്റഡിയിലെടുത്ത സംഭവം, ജമ്മു കാശ്മീരിൽ നിന്ന് മറ്റൊരു ഡോക്ടറെ കസ്റ്റഡിയിലെടുത്ത സംഭവം, ഞാൻ ഒന്ന് മടങ്ങി വരാം.